ഞങ്ങൾ യാത്രയിൽ ഇതുപോലത്തെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ ഇലകൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഞങ്ങൾ ശേഖരിക്കലുണ്ട് കേട്ടോ. അടിപൊളി ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവമാണ്. പിന്നെ നമ്മൾ യാത്ര ചെയ്യുന്ന ഏരിയകളൊക്കെ നോക്കിയിട്ടാ ഞങ്ങൾ യാത്രയിൽ കൂടുതലും ഇങ്ങനത്തെ ഏരിയകളൊക്കെ ഇനി ചൂസ് ചെയ്യുക. പിന്നെ പോകുന്ന ഏരിയയിൽ നല്ല നല്ല കാഴ്ചകൾ കാണാവുന്ന ഏരിയകൾ ഉണ്ടെങ്കിൽ ഹിസ്റ്ററിക്കൽ ആയിട്ടുള്ള പ്ലേസുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മാക്സിമം അതും നോക്കൂട്ടാ. ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇതുപോലെ മുരിങ്ങൻ്റെ ഇല കാര്യങ്ങളൊക്കെ പോകുന്ന വഴിയിൽ വില്ലേജിൽ നിന്നൊക്കെ എടുക്കൂട്ടാ. മോനസ് അങ്ങനെ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ. കാണുന്ന സ്ഥലത്ത് എന്താ ഉള്ളത് അത് നമ്മൾ ശേഖരിക്കും. മുരിങ്ങൻ്റെ ഇലയൊക്കെ കൂടുതൽ ഞങ്ങൾ ഇങ്ങനെ തന്നെ ഇട്ട് കിട്ടല്. കാരണം നാടൻ കറികൾ കൂട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര ഇപ്പോൾ 2-3 ദിവസമായിട്ട് ബിരിയാണി ആയിരുന്നു ഇവിടുത്തെ. അത് നമുക്ക് അത്ര കണ്ട് പറ്റണില്ല. ടൗൺ ആയതുകൊണ്ട് അങ്ങനെ ഉപയോഗിച്ചിരുന്നു ലേസിയ. ടൗൺ ആയതുകൊണ്ട് ഞങ്ങൾ ബിരിയാണി അയച്ചിരുന്നത്. കാരണം അവിടെ ഉണ്ടാക്കാൻ ഇതിനൊന്നുള്ള സ്പേസ് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഫുള്ള് ഈ കാണുന്ന ഏരിയയിലൊക്കെ പോവല്ലേ, അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം ഇങ്ങനെയാണ്. അടിപൊളി കേട്ടോ. ഒരു ഉൾഗ്രാമമാണ്, പക്ക ഉൾഗ്രാമം, ചെന്നൈ ഭാഗത്താണ് കേട്ടോ. പിന്നീട് നമ്മൾ കുറച്ച് ദൂരം ചെന്നപ്പോൾ കണ്ടതാണ് കേട്ടോ, ഒരു പാമ്പിൻ്റെ പുറ്റാണ്. ഇതുപോലെ ഒരു തുണികൾ കൊണ്ടൊക്കെ അലങ്കരിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആരാധിക്കുന്ന സ്ഥലമാണെന്നാണ് കേട്ടോ തോന്നുന്നത്. ഇതുമായിട്ടൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. തമിഴ്നാട്ടിലാണ് കേട്ടോ, ചെന്നൈ ഭാഗത്താണ്. പിന്നെ നമ്മൾ വിൽപ്പുറം ഭാഗത്ത് നിന്ന് ചെന്നൈക്ക് പോകണം കേട്ടോ. അപ്പോൾ കണ്ട കാഴ്ചയാണ് വലിയൊരു ശിവലിംഗവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ക്ഷേത്രം കേട്ടോ. അവിടെ നോക്കുകയാണെങ്കിൽ വലിയൊരു പുറ്റ്, അതിന് നേരെ അപ്പം തന്നെ വലിയൊരു ശിവലിംഗം. അപ്പോൾ ഇത് വരുന്നത് പോണ്ടിച്ചേരിയിൽ നിന്ന് ചെന്നൈക്ക് പോകുന്ന റൂട്ടിലാണ് കേട്ടോ.